ജിമ്മി, ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അഭിഭാഷക പരിഷത്താണ്. നോക്കൂ, ആദ്യം രാജ്ഭവനെ തിരഞ്ഞെടുക്കുന്നു ഭാരതാംബ ചിത്രം വയ്ക്കാൻ. പിന്നീട് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ സർവകലാശാലയിലെ സെനറ്റ് തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിന്യായ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റോറിയം തിരഞ്ഞെടുക്കുന്നു. ഇതൊന്നും ഔദ്യോഗികമായ ഇടങ്ങളിൽ, രാജ്ഭവൻ ഒഴിച്ച് ഔദ്യോഗികമായ ഇടങ്ങളിൽ ഔദ്യോഗികമായ ചടങ്ങിന് ഉപയോഗിച്ചിട്ടില്ല. രണ്ടും സ്വകാര്യ പരിപാടിയാണ്. ദേശീയ പരിഷത്തിൻ്റെ സ്വകാര്യ പരിപാടിയാണ്, സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചതും സ്വകാര്യ പരിപാടിയാണ്. പക്ഷേ അവിടെ ഭാരതാംബയെ കൊണ്ടുവന്നൊരു വിവാദമുണ്ടാക്കി അതിനൊരു വാർത്താ തലക്കെട്ട് കൊടുക്കണമെന്നൊരു താല്പര്യമുള്ളതുപോലെയാണ്. എന്തായാലും അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണോ തുടർച്ചയായി നടത്തുന്നത് ഗവർണർ കേരളത്തിൻ്റെ ഗവർണർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു പാറ്റേൺ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഈ വിവാദം തുടങ്ങുമ്പോൾ ഇതൊരു ഔദ്യോഗിക പരിപാടിയിലാണ് മന്ത്രി പ്രസാദ് ഇതിനെക്കുറിച്ച് എനിക്ക് ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ മുന്നിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് ഔദ്യോഗിക പരിപാടിയാണ്, ഔദ്യോഗികമായി അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഗവർണർ അതിന് വലിയ വിവാദം ഉണ്ടാക്കുന്നില്ല. അതിനുശേഷം പിന്നീടുണ്ടായ സെനറ്റ് ഹാളിലെ വിവാദത്തിൽ പറഞ്ഞ വാദം അതൊരു സ്വകാര്യ ചടങ്ങാണ്. അതിനോട് ഞാനും യോജിച്ചാലാണ്. സ്വകാര്യ ചടങ്ങാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു, സെനറ്റ് ഹാളിൻ്റെ നിയമത്തിന് അനുകൂലമാണെങ്കിൽ നിങ്ങൾ ആ പരിപാടി നടത്തുകയും ചെയ്തോളൂ. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഭാരതാംബയുടെ ചിത്രവുമായി ഒരു പരിപാടി. അത് ഒരു സ്വകാര്യ സംഘടനയുടെ വക്കീലന്മാരുടെ സംഘടനയുടെ ഒരു പരിപാടിയാണ്. വക്കീലന്മാരുടെ സംഘടന എന്ന് പറഞ്ഞാൽ അത് BJP-യുമായിട്ടുള്ള ആഭിമുഖ്യമുള്ള അഭിഭാഷക പരിഷത്തിൻ്റെ ഭാരത് അഭിഭാഷക പരിഷത്തിൻ്റെ പരിപാടിയാണ്. ആ പരിപാടിയിൽ അതൊരു സ്വകാര്യ ചടങ്ങാണെന്ന് ഞങ്ങൾ ഭരണഘടനയുടെ വാർഷികം ആഘോഷിക്കുകയാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോടെ പറയും എന്ന വാദവും വേണമെങ്കിൽ നമുക്ക് ഒരു തൽക്കാലം ശരി നിങ്ങളുടെ പരിപാടിയില്ല നടത്തിക്കോളൂ. പക്ഷേ ഈ ഹാള് ഹൈക്കോടതി പ്രമൈസസിനകത്താണ്. ഈ ഹൈക്കോടതി പ്രമൈസസിനകത്ത് നിങ്ങൾക്ക് എന്ത് പരിപാടിക്ക് നടത്താൻ പറ്റുമല്ലോ. ഇപ്പോൾ സെനറ്റ് ഹാളിൽ പറഞ്ഞത് മതസംഘടനകളുടെ പരിപാടിക്ക് അനുവദിക്കാം, കുഴപ്പമില്ല. പക്ഷേ രാഷ്ട്രീയ സംഘടന പരിപാടി അനുവദിക്കാം. പക്ഷേ മറ്റു ചില റെസ്ട്രിക്ഷൻസ് ആണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അത് രജിസ്ട്രി തീരുമാനിക്കും എന്ത് പരിപാടി നടത്തണം എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം. അതും ഞാൻ അംഗീകരിക്കുന്നു. എന്നിട്ട് ഗവർണർ വരുന്നു, അംബേദ്കറുടെ ദോഷം പറയരുത്, അംബേദ്കറുടെ പടവും സൈഡിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതാംബയുടെ ചിത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം വെച്ച പരിപാടിയിലേക്ക് ഒരൊറ്റ ഹൈക്കോടതിയുടെ ജഡ്ജിമാരും വേദിയിലേക്ക് എത്തുന്നില്ല. ഹൈക്കോടതി രജിസ്റ്റേർഡ് ഭാഗമായ ഒരു ജഡ്ജിയും മറ്റ് 3-4 പേരും താഴെ ഇരിപ്പുണ്ട്. അവരാരും മുകളിലേക്ക് കയറിയില്ല. ഇതാണ് രാജേന്ദ്ര ആർലേക്കറെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹം പറയുന്നത് ഭാരതാംബയുടെ പേരിൽ എന്തൊരു തോന്നിവാസമാണ്, ഇവരാരും ഇങ്ങോട്ട് കയറുന്നില്ല, നിങ്ങളൊക്കെ താഴെ ഇരിക്കുകയാണെന്നോ മറ്റോ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഭാരതാംബയുടെ ഒരു സങ്കല്പം പോയത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ 1000-10,000 വർഷത്തെ ചരിത്രത്തെക്കുറിച്ചും എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് ഏലിയൻറ്റഡ് ആയി പോയതെന്നും അച്ഛ അമ്മ എന്ന് വിളിക്കുന്നതിന് പകരം അങ്കിൾ ആൻറ്റി എന്ന് വിളിക്കുന്നത് വലിയ കുറ്റമാണെന്നും അങ്ങനെ അദ്ദേഹം ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യം പറഞ്ഞു. ഡാഡി മമ്മി എന്താ വിളിക്കുക, കുഴപ്പമുണ്ടോ? അച്ഛ അമ്മ അതുപോലെ തന്നെ മറ്റു ചില പ്രയോഗങ്ങൾക്ക് ഡാഡി മമ്മി എന്ന് വിളിക്കുന്നു, അത് വലിയ കുറ്റമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ആരും വിളിക്കില്ല. നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, മമ്മി എന്നാണ് നോർത്ത് ഇന്ത്യയിലെ ഹിന്ദി സംസാരിക്കുന്ന വീടുകളിലൊക്കെ പ്രയോഗം. മമ്മിയും തന്നെയാണ്. ഞാനവിടെ പോയിട്ടുള്ള ആളാണ്, താമസിച്ചിട്ടുള്ള ആളാണ്. ഇതൊക്കെ വലിയ കുറ്റമായി പറഞ്ഞു വന്നിട്ട് ഇന്ത്യയിൽ ഒരൊറ്റ കൾച്ചറാണ്, മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് വന്ന സാധനമാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ മമ്മി എന്നാണ് വിളിക്കുന്നത്. അതൊരു കുറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടുകൂടിയാണത് പറഞ്ഞത്. അതിനൊരു കുറ്റമാണെന്ന് ആരെങ്കിലും പറഞ്ഞു അല്ല, അതൊരു പ്രശ്നമില്ലെന്നേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയോ കഥകൾ പറഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞു വെച്ചാൽ ഭാരതാംബയെ നിങ്ങൾ മറന്നുപോയപ്പോൾ സംഭവിച്ചതാണ് ഇതെല്ലാം എന്ന് പറയുകയാണ്. നോക്കൂ, ഇത് തുടങ്ങുന്നത് ഔദ്യോഗികമായൊരു ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നു. അതിനുശേഷം പറയുന്നു സ്വകാര്യ ചടങ്ങിലേക്ക് അത് മാറുന്നു. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അത് വെച്ചിട്ടില്ല. ഇതും ഒരു സ്വകാര്യ ചടങ്ങാണ്. പക്ഷേ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഭരണഘടനയുടെ തത്വങ്ങൾ അനുശാസിക്കുന്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഹൈക്കോടതിയിലെ ജഡ്ജിമാരും വരാത്തത് ഒരു കുറ്റമായി അദ്ദേഹം പറയുകയാണ്. എവിടുന്ന് എങ്ങോട്ടേക്കാണ് കളി മാറിയോ നോക്കിക്കേ. സ്വകാര്യ ചടങ്ങുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ സ്വകാര്യ ചടങ്ങ് നടത്തുമ്പോൾ അതിലേക്ക് ജഡ്ജിമാരെ ക്ഷണിച്ചാൽ ഇതിൻ്റെ പേരിൽ അവർ വരാതിരിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ആരാണ്? ഗവർണറാണ്, ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളാണ്. ഇവിടെയാണ് അപകടം. ഒരു നുണ പല പ്രാവശ്യം പറഞ്ഞാലേ സത്യമാകുമെന്ന് ഇന്ത്യയിലെ ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകൾ സംഘപരിവാരമാണ്. ഇന്ത്യക്ക് പുറത്ത് വേറെ ചില ആളുകളാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് പീര പോലെ ഇത് കയറ്റിക്കൊണ്ടിരിക്കുക. അവസാനം ഒരു ദിവസം ഇത് നിയമമാക്കി മാറ്റുക, നമ്മുടെ നാട്ടിലെ വഴക്കമാക്കി മാറ്റുക.
അതാണ് തന്ത്രം. അതുകൊണ്ടാണ് അഭിഭാഷകരുടെ ഒരു പരിപാടി, സ്വകാര്യ ചടങ്ങാണ്, അതൊക്കെ വെച്ചോട്ടെ, പടവട വെച്ചോട്ടെ, നിങ്ങളുടെ ഹൈക്കോടതിയിൽ അത് തടയാൻ നിങ്ങൾക്ക് നിയമമൊന്നുമില്ല, ആ ചടങ്ങിൽ തടയാൻ നിയമമൊന്നുമില്ല. പക്ഷേ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ പങ്കെടുക്കാതിരുന്നത് കുഴപ്പമാണെന്ന് പറയുക, അവിടെയാണ് പ്രശ്നം. ഇത് ഏതാണ് ഈ ചിത്രം എന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ്. എന്നാൽ ഒന്നുകൂടെ പറയാം. കാവിക്കൊടിയാണ്. ഭാരതാംബയാണെങ്കിൽ ഭാരതത്തിനൊരു കൊടിയുണ്ട്, അതല്ല, അതൊരു കാവിക്കൊടിയാണ്. ഭാരതത്തിൻ്റെ കൊടിയുടെ രൂപമോ നിറമോ ഒന്നുമല്ല അതിനുള്ളത്. അതിനുശേഷമോ ചില ചിത്രങ്ങളിൽ സിംഹമുണ്ട്, ചില ചിത്രത്തിൽ കാവിക്കൊടിയേന്തിയ സ്ത്രീ മാത്രമാണ്. അതിനുശേഷം അതിൻ്റെ പിന്നിൽ ഇന്ത്യയുടേതെന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു മാപ്പുണ്ട്. ആ മാപ്പിൽ ഇന്ത്യ കൂടാതെ 11 രാജ്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. ചില മാപ്പിനകത്ത് ഫിലിപ്പൈൻസും തായ്ലൻഡും വരെയുണ്ട്. അങ്ങ് ദൂരെ അഫ്ഗാനിസ്ഥാൻ വരെയുണ്ട്. ഇതിനിടയ്ക്ക് കൂട്ടാവുന്നതെല്ലാം കൂട്ടിയിട്ടുണ്ട്. അതും കൂട്ടിക്കോളൂ, RSSൻ്റെ സ്വപ്ന ഭൂപടമാണ്. പക്ഷേ അത് ഇന്ത്യയുടെ ചിഹ്നമാണെന്ന് പറയുന്നിടത്താണ് നമുക്ക് പ്രശ്നം. അത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഇന്ത്യയുടെ ചിഹ്നമാകുന്നത് എങ്ങനെയാണ്? അത് നിങ്ങളുടെ ചിഹ്നമാണെങ്കിൽ നിങ്ങളുടെ കൈവെക്കണം. ഇത് ഞങ്ങളുടെ ചിഹ്നമാണെന്ന് ആദ്യം പറയും, അതിനുശേഷം ഓരോരോ പരിപാടികളിലേക്ക് കയറ്റും. ഒരു ബാക്ക്ലാഷ് ഉണ്ടാകുമ്പോൾ അത് സ്വകാര്യ ചടങ്ങാണെന്ന് പറയും. അതിനുശേഷം ഒന്നടങ്ങി കഴിയുമ്പോൾ വീണ്ടും ഇത് ഔദ്യോഗിക സ്ഥാനത്തേക്ക് തിരികെ കയറ്റാൻ ശ്രമം നടത്തും. അതിൻ്റെ ഭാഗം അതിനകത്തൊരു പ്രശ്നം വരുമ്പോൾ ഹൈക്കോടതിയുടെ ജഡ്ജിമാരെ വരെ വിമർശിക്കും, നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയും. ഇതാണ് തന്ത്രം. ഈ പ്ലാൻ മനസ്സിലായാൽ എങ്ങനെയാണ് ഓരോരോ കാലത്ത് ഓരോരോ പുതിയ ചിഹ്നങ്ങളും ഓരോരോ പുതിയ ആശയങ്ങളും സംഘപരിവാരം ഇന്ത്യയിൽ തിരികെ കയറ്റുന്നതെന്ന് മനസ്സിലാവും. നമ്മൾ മുമ്പൊരു ഡിബേറ്റിൽ പറഞ്ഞതാണല്ലോ, പുതിയ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പുതിയൊരു അധികാരത്തിൻ്റെ ചിഹ്നം അവിടെ സ്ഥാപിച്ചിട്ട് ഇതൊരു പുതിയ സ്ഥാപനമാണെന്ന് പറഞ്ഞു. അതും അംഗീകരിക്കണം. ഓരോരോ ഘട്ടമുണ്ട് ഇതിന്. ഇന്നലെ ഒരു പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നു. അതുകൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു മിലിറ്ററിയിലെ ഒരു ഹിന്ദു അല്ലാത്ത ഒരു പട്ടാളക്കാരനെ പിരിച്ചുവിട്ടു. അതെന്താണെന്നറിയാമോ? അത് ആ റെജിമെൻറ്റിൻ്റെ കീഴിലെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം. പൂജയിൽ പോയില്ല എന്നല്ല, പൂജയിൽ പങ്കെടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ഭാരതത്തിൻ്റെ കൊടിയെ അംഗീകരിക്കും, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ അഖണ്ഡത അംഗീകരിക്കും, ഇതെല്ലാം അംഗീകരിക്കാം. ഞാൻ പൂജ നടക്കുമ്പോൾ വെളിയിൽ സാങ്ക്ടോറത്തിന് പുറത്ത്, പൂജ നടത്തുന്നതിന് പുറത്ത് ഞാൻ നിൽക്കും, ബഹുമാനിക്കും, ഇതെല്ലാം പറഞ്ഞു. പക്ഷേ കോടതി പറഞ്ഞത്, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചാണ്, അദ്ദേഹം പറഞ്ഞത് നിയമപ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് അച്ചടക്കമാണ് പ്രധാനം. ഈ റെജിമെൻറ്റിൻ്റെ നിയമമാണ് എല്ലാവരും പൂജയിൽ പങ്കെടുക്കണം. താങ്കൾ അതിൻ്റെ ആ റെജിമെൻറ്റ് എന്തോ ഒരു തലവൻ കൂടിയാണ്. നിങ്ങൾ ആ പൂജ നടത്തണം, അതാണ് നിയമം. അപ്പോൾ നിയമം നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. അത്രയ്ക്ക് കല്ലേൽ പിളർക്കുന്ന. അപ്പോൾ ഈ നിരീശ്വരവാദികൾ എന്ത് ചെയ്യും? ഈ വിശ്വാസമില്ലാത്തവർ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ രണ്ടാമത്തെ പ്രശ്നം. സൈന്യമാണോ, സൈന്യത്തിന് അച്ചടക്കമാണോ പ്രധാനം? അപ്പോൾ ഇത് അനുസരിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് ഭരണഘടന നടപ്പിലാക്കുന്ന ഒരു ഗവർണർ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പുമായി ഒരു ബന്ധവുമില്ലാത്ത, ഇന്ത്യയുടെ ദേശീയ പതാകയുമായി പുലബന്ധമില്ലാത്ത ഒരു സംവിധാനവും ഉണ്ടെന്നിട്ട് ഇതാണ് ഭാരതത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിയമം എല്ലാവർക്കും ബാധകമല്ലേ? പട്ടാളത്തിൽ അച്ചടക്കത്തിൻ്റെ പേരിൽ പറയുമ്പോൾ ഭരണഘടനയുടെ, അത് നല്ല ദിവസമാണ്, ഭരണഘടനയുടെ വാർഷികം ആചരിക്കുന്ന ദിവസം ഭരണഘടനയിൽ പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത, ഭരണഘടനയുമായി പുലബന്ധമില്ലാത്ത ഒരു ചിഹ്നത്തെ അംഗീകരിക്കണമെന്ന് ആരോടാണ് ആവശ്യപ്പെടുന്നത്? ജഡ്ജിമാരോട് ആവശ്യപ്പെടുകയാണ്. ഇത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. നിങ്ങൾ നോക്കിക്കോളൂ, അധികം താമസിയാതെ ഇത് ഔദ്യോഗിക ചിഹ്നമായി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. കോമൺ സിവിൽ കോഡ് വരാൻ പോകുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ഇതിനു മുമ്പ് വേറൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ 2-3 ദിവസം മുമ്പാണല്ലോ അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗികമായ പണി കഴിയുകയും അതിൻ്റെ കൊടി ഉയർത്തൽ നടത്തുകയും ചെയ്ത പ്രധാനമന്ത്രി. ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് 19 വർഷം മുമ്പ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സോമനാഥ ക്ഷേത്രത്തിൽ പോകാതിരുന്നതും അന്നത്തെ പ്രസിഡന്റ് പോയതുമായി ബന്ധപ്പെട്ട വലിയ തർക്കമുണ്ട്. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് സോമനാഥ ക്ഷേത്രം പല തവണ ആക്രമണങ്ങൾ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അത് ഈ ഹിന്ദു മുസ്ലിം കലാപം കഴിഞ്ഞ് ഉടനെ അത് പുനഃസ്ഥാപിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി പോകുന്ന തെറ്റായ സന്ദേശം നൽകും മറ്റു മതസ്ഥർക്ക്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് 50-60 വർഷം കഴിയുമ്പോൾ പ്രധാനമന്ത്രി മോദി എന്താണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ വികസിത രാജ്യമാകണമെങ്കിൽ ഉള്ളിലെ രാമനിലേക്ക് ഉണരണം, നൂറ്റാണ്ടുകൾ നീണ്ട മുറിവുണങ്ങി എന്ന് പറയുന്ന, അതായത് 47-ലെ ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് 2025-ലെ നരേന്ദ്രമോദിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആശയങ്ങൾ മാറിയത്? മുമ്പായിരുന്നെങ്കിൽ ഇത് വലിയ വിവാദമാകാൻ, ഇപ്പോൾ ഇത് വിവാദം പോലുമല്ല. പ്രധാനമന്ത്രി പറഞ്ഞു, എല്ലാവരും കേട്ടു. ഒരു കാലത്ത് രാജ്യം ശക്തമായി ഡിബേറ്റ് ചെയ്ത സെക്യുലറിസം എങ്ങനെ ആയിരിക്കണമെന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാന ശിലയാണ് സോമനാഥ ക്ഷേത്രത്തിലെ ഈ തർക്കം. അവിടെ നമ്മൾ ഇവിടെ എത്തി എന്ന് പറഞ്ഞതുപോലെ ഓരോരോ കാര്യങ്ങളിലെയും ഡിബേറ്റുകളെ അത് തൽക്കാലം ഒരു തിരിച്ചടി കിട്ടിയാൽ ഒന്ന് പിൻവാങ്ങും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എടുത്തു വയ്ക്കും.
പെട്ടെന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു കഥ കൂടെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. അത് കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ അമ്പലങ്ങളുടെ പണം സർക്കാർ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ കണക്ക് സഹിതം നമ്മളത് അങ്ങനെയല്ല, സർക്കാരിൻ്റെ കയ്യിൽ നിന്നാണ് പണം എന്ന് പറയുന്നു. മിണ്ടാതിരിക്കും. 6 മാസം കഴിയുമ്പോൾ ഒരു കവല പ്രസംഗത്തിൽ വീണ്ടും അതെടുത്തിടും. അത് കുറച്ച് വൈറലാവും, കുറച്ച് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി കറങ്ങും, വീണ്ടും ആരെങ്കിലും പറയും, മിണ്ടാതിരിക്കും. 1 വർഷം കഴിഞ്ഞ് പിന്നെയും എടുത്തിടും. ഇതൊരു തന്ത്രമാണ്. ഭാരതാംബയെ ഒഫീഷ്യലൈസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ്റെ ഭാഗമാണ് രാജേന്ദ്ര ആർലേക്കർ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ മോശക്കാരാണെന്ന് വിളിച്ചത്. നിങ്ങൾ പങ്കെടുക്കാതിരുന്നത്, മോശക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾ അജ്ഞത കൊണ്ട് നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന മട്ടിൽ സംസാരിച്ചത്. ഈ പ്ലാൻ കേരളം മനസ്സിലാക്കണം, രാജ്യം മനസ്സിലാക്കണം. ബിംബങ്ങളെ ഒളിച്ചു കടത്തുകയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു നുണകളെ സത്യമാക്കി മാറ്റാനുള്ള അശ്രാന്ത പരിശ്രമമാണ് നടക്കുന്നത്. Meet the editors.